ഹായ് സുഹൃത്തുക്കളെ, ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാർത്ത തീർച്ചയായിട്ടും ഒരുപാട് അധ്യാപക യോഗ്യത അല്ലെങ്കിൽ അധ്യാപകരാകാൻ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, അത് സംസ്ഥാന സർക്കാരിൽ, കേരള സർക്കാരിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. 2 ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്നതാണ്. ഇത് മാതൃഭൂമി പത്രത്തിന്റെ ഒരു കട്ടിംഗ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോ 944 സ്കൂളുകൾ പ്രഥമാധ്യാപകരില്ല എന്ന വാർത്ത അവിടെ നിലനിൽക്കുമ്പോഴും സർക്കാർ സ്കൂളുകളിൽ 4224 അധ്യാപക ഒഴിവ് എന്നുള്ളതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും LP മുതൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSE ഇവിടെ എല്ലാം ഒഴിവുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ദേവിക സാവിത്രി എന്നുള്ള ആ ഒരു ലേഖികയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിവരാവകാശം വഴി കിട്ടിയ വാർത്തയായിരിക്കണം. മൊത്തത്തില് സംസ്ഥാനം മുഴുവൻ 4224 സർക്കാർ അധ്യാപകർക്ക് കുറവുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് നിലവിൽ നമുക്കറിയാം LP, UP ലിസ്റ്റുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിയമനങ്ങളൊക്കെ വളരെ കുറവാണ്. അതിലേക്കൊക്കെ ഈ നിയമനങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈസ്കൂൾ, UP ഹൈസ്കൂൾ, LP, UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ആകെ 2734 അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഹൈസ്കൂൾ 1260-ഉം LP-യിലും UP-യിലും 737 വീതവും ഒഴിവ് ഉണ്ട്. ഓരോ ജില്ലകളിലും തിരിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒഴിവ് മലപ്പുറത്താണ്, 464 ഒഴിവുകളുണ്ട്. ഇടുക്കിയിൽ 41 ഒഴിവുകൾ. അപ്പൊ ഇതിനിടയിലാണ് ബാക്കിയുള്ള ജില്ലകളിലേക്ക് ഒഴിവുകൾ LP-യിലും UP-യിലും ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീട് HSST ജൂനിയർ തസ്തികയിലേക്ക് കുറെ ഒഴിവുകൾ ഉണ്ട്. മൊത്തത്തിൽ 713 ഒഴിവുകളാണ്. HST ജൂനിയർ ഉദ്ദേശിക്കുമ്പോൾ പല സബ്ജക്റ്റുകളാവും. ഇപ്പൊ ഈ ഇടയ്ക്ക് HST കെമിസ്ട്രിക്കൊക്കെ കുറെ വേക്കൻസികൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. HST കെമിസ്ട്രിയുടെ നിലവിലുള്ള ലിസ്റ്റ് കവിഞ്ഞും വേക്കൻസികളുണ്ട്. അതായത് ഇനി നടക്കുന്ന പരീക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ റിസൾട്ട് വരാനിരിക്കുന്ന, ഇനി ഒരു പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട് HSTയുടെ. അപ്പൊ അതിൽ നിന്നൊക്കെ ആളുകളെ എടുക്കുന്ന തരത്തിലുള്ള വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ VHSE 378 ഒഴിവുകൾ. അതിൽ തന്നെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ 156 ഒഴിവുകളുണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചറിൽ ജൂനിയർ തസ്തികയിൽ 14 ഒഴിവുകളും സീനിയർ തസ്തികയിൽ 4 ഒഴിവുകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയും LP വിഭാഗത്തിൽ 446 സ്കൂളുകളിൽ പ്രഥമാധ്യാപകർ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. തസ്തിക നഷ്ടം വരുന്ന, അതായത് കുട്ടികളുടെ കുറവ് കാരണം തസ്തികകൾ ഒഴിവാക്കപ്പെടുന്ന ചില സ്കൂളുകളുണ്ട്, അല്ലെ? ചില അധ്യാപകർ പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള ഒഴിവുകളായിരിക്കും PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ ആണെങ്കിലും ഇതിലൊരു നല്ലൊരു ശതമാനം ഒഴിവുകൾ PSCയിലേക്ക് വരും. അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഒരുപാട് ഹോപ്പ് നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ജില്ല തിരിച്ചുള്ള LP, UP ഹൈസ്കൂൾ അധ്യാപക ഒഴിവ് ജില്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ജില്ലയിലും ഈ ഒഴിവുകളുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ അധ്യാപക തസ്തികയിലേക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ അതിൽ ഒഴിവുകളൊന്നും ഇല്ല, നിയമനം നടക്കുന്നില്ല എന്ന് നിരാശരാവേണ്ട കാര്യമില്ല. നിയമനങ്ങളൊക്കെ വരും. ഇനി വരാനിരിക്കുന്ന LP, UP പരീക്ഷയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. കേട്ടിട്ടൊക്കെ എത്രയും വേഗം ക്വാളിഫൈ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. വേക്കൻസികൾ വരും. നമുക്ക് നല്ലൊരു ജോലി ഉറപ്പാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.